പത്തരമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ നവ്യയുടെ അഹങ്കാരവും കാര്യങ്ങളൊക്കെ സഹിക്കാൻ വയ്യാതെ ആണെങ്കിലും നമ്മൾ കനകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും വിളിച്ച് നവ്യ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം കേട്ടിട്ടാണെങ്കിലും നമ്മൾ നവ്യയാണെങ്കിൽ ഒന്നും മിണ്ടാതെയൊക്കെ തിരിച്ച് പോയല്ലോ. അപ്പോൾ ആ ഒരു പേടി കൊണ്ടിട്ടാണെങ്കിലും നമ്മൾ കനകയാണെങ്കിൽ ആദർശിനെയും നയനെയൊക്കെ വിളിച്ച് വരുത്തുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ ഇവർ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ എന്താ അമ്മയെ വിളിച്ച് ഞങ്ങളെ വരുത്തിയത്, എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ കനക പറയുന്നുണ്ട്, അതേപോലെ ഒരു പ്രശ്നമുണ്ട്. കാര്യം വെച്ചാൽ എത്രയും പറഞ്ഞാൽ സഹിക്കുകയും വയ്ക്കുകയൊക്കെ ചെയ്യുന്നത് നല്ലവനായ നിൻ്റെ ഭർത്താവിനെ കുറ്റം പറയും, നിന്നെ കുറ്റം പറയുകയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടാണെങ്കിൽ എനിക്ക് സഹിക്കാൻ വയ്യാതാണെങ്കിലും ഞാനാണെങ്കിലും നവ്യയെടുത്താണെങ്കിൽ എല്ലാ സത്യങ്ങളും വിളിച്ച് പറഞ്ഞു. ആദർശരല്ല ചന്ദമോളുടെ അച്ഛൻ നിൻ്റെ ചന്ദമോളുടെ അച്ഛനെന്നൊക്കെ പറഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ടപ്പോഴത്തേക്കാണെങ്കിൽ അവളാണെങ്കിൽ ഒന്നും മിണ്ടാതൊരു ഷോക്ക് ഏറ്റ കണക്ക് അവിടെ നിന്ന് നിന്നിട്ട് ഒരു പ്രതിമ പോകുന്ന കണക്ക് അവൾ പോയതിന് അവൾ എന്തെങ്കിലും കടുങ്കയ്യോ കാര്യങ്ങളോ ചെയ്യുമെന്നൊക്കെ ഒരു പേടിയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കാണെങ്കിലും നയന പറയുന്നുണ്ട്, എന്തായാലും അമ്മ പേടിക്കേണ്ട കാര്യമില്ല, ചേച്ചിയുടെ കാര്യത്തിൽ എനിക്ക് അത്ര ടെൻഷനില്ല, കാരണം ചേച്ചി ബോൾഡായിട്ടൊക്കെ നിൽക്കത്തുള്ളൂ, അതെന്തായാലും കൊണ്ട് അമ്മ പേടിക്കേണ്ട, എന്തായാലും ഞങ്ങളാണെങ്കിൽ അങ്ങോട്ട് വീട്ടിലോട്ട് പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ചേച്ചി വേറെ അങ്ങോട്ടും പോകത്തില്ല, ചേച്ചി വീട്ടിലോട്ട് തന്നെ പോകത്തുള്ളൂ. കാര്യം വെച്ചാൽ ചേച്ചി ഇത്രയും വലിയൊരു സത്യം അറിഞ്ഞതിന് ശേഷം എന്തായാലും അഭിയെടുത്ത് ചോദ്യം ചെയ്യാനും ചോദിക്കാനും ഒക്കെ ചേച്ചിക്ക് ഒരുപാട് കാണും. അതുകൊണ്ട് എന്തായാലും ചേച്ചി വീട്ടിലോട്ടേ പോകത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. ചേച്ചിയുടെ ക്യാരക്ടർ നമുക്കറിയാമല്ലോ, ചേച്ചി അങ്ങനെ വെറുതെ വിട്ടുകൊടുക്കത്തൊന്നും ഇല്ലല്ലോ എന്നൊക്കെ അറിയാമല്ലോ എന്നൊക്കെ നമ്മൾ നയന പറയുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ വീട്ടിൽ പോകാമെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ കനക പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾ പെട്ടെന്ന് വീട്ടിൽ പോകാൻ മക്കളെ, വീട്ടിൽ പോയിട്ടാണെങ്കിൽ എന്നെ അവിടുത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അമ്മയെ വിളിച്ച് പറയുന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ കനകയാണെങ്കിൽ പറഞ്ഞിട്ട് കനക അവിടെ നിന്ന് പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആദർശ നയനാണെങ്കിൽ അവർ അവിടെ നിന്ന് നേരെ അനന്തപുരിയിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അവരവിടെ അനന്തപുരി ചെന്നതിന് ശേഷമാണെങ്കിൽ നമ്മൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, എന്താ പറ്റി മോളെ നവ്യയ്ക്കാണെങ്കിൽ, അവൾ ആഹാണെങ്കിൽ ഒരു എന്തോ വിഷമങ്ങൾ കണക്ക് എന്തൊരു ഷോക്കായ കണക്കാണല്ലോ അവൾ ഇവിടെ കയറിപ്പോയത്. ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ അവളുടെ അടുത്ത് ചോദിച്ചിട്ടും അവൾ ഒന്നിനും മറുപടി തരാതെ അവൾ കയറിപ്പോയാൽ എന്താ പറ്റി, ഇനി അവളെ ജോലി വല്ലതും പോയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കാര്യം വെച്ചാൽ അവൾ ആ ഒരു ജോലി കിട്ടിയതിന് ശേഷമാണെങ്കിൽ ഇവിടെ മൊത്തത്തിൽ അഹങ്കാരം കാണിച്ചിട്ടാണല്ലോ ഇവിടെ നടന്നത്. അപ്പം ഇനി അവളെ ജോലിക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ നയന പറയുന്നുണ്ട്, അല്ലമ്മേ കാര്യം പിന്നെ ഇപ്പോൾ ചന്ദമോളുടെ അച്ഛൻ അഭിയാണെന്നുള്ള കാര്യമാണെങ്കിലും ചേച്ചിക്ക് അറിയാം. അതാണെങ്കിൽ അമ്മയാണെങ്കിൽ ചേച്ചിയാണെങ്കിൽ എപ്പോഴും ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നത് കൊണ്ട് അമ്മയ്ക്ക് സഹിക്കാൻ വയ്യാതാണെങ്കിൽ അമ്മ ചേച്ചിയെ വിളിച്ചിട്ട് ആ സത്യം പറഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കാണെങ്കിലും നമ്മൾ ദേവയാനി പറയുന്നുണ്ട്, അതെന്തായാലും നല്ലതായി മോളെ, അല്ലെങ്കിൽ ഞാൻ തന്നെ അത് പറയേണ്ടി വന്നേനെ. ഇന്നത്തെ അവളെ ഇവിടുത്തെ അഹങ്കാരവും കാര്യങ്ങളും ആ രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ആയിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ തന്നെ ചിലപ്പോൾ വെട്ടിത്തുറന്ന് ഞാൻ പറഞ്ഞു പോയേനെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അറിഞ്ഞത് നല്ലതായി പോയെന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ മോനെക്കുറിച്ച് എനിക്കറിയാം, എൻ്റെ മോനൊരു തെറ്റും കാര്യങ്ങളും ചെയ്യത്തില്ലെന്ന് എനിക്ക് നല്ലതുപോലെ എനിക്ക് ബോധ്യമുണ്ട്. അപ്പോൾ എൻ്റെ മോനെയും ഇങ്ങനെ അവളെ കുറ്റം പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ എൻ്റെ സമനില തെറ്റി ഞാനാണെങ്കിൽ ചിലപ്പോൾ അവളുടെ അടുത്ത് സത്യം വിളിച്ച് പറഞ്ഞു പോയെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ നയന ചോദിക്കുന്നുണ്ട്, അമ്മ ചേച്ചി ദേവയാനി പറയുന്നുണ്ട്, അവൾ വന്നപ്പോഴേ റൂമിൽ കയറി കഥ അടച്ചിരിക്കുക എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ ഒരു ചെറിയൊരു ടെൻഷൻ നയനയ്ക്ക് ആവുന്നുണ്ട്. കാര്യം വെച്ചാൽ റൂമിൽ കയറി കഥ അടച്ചിരിക്കുന്നത് കേട്ടപ്പോൾ ഒരു ടെൻഷൻ ആവുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ നയന അടുത്ത് ദേവയാനി പറയുന്നുണ്ട്, എന്തായാലും വാ മോളെ നമുക്ക് പോയി നോക്കാം, എന്തായാലും ഇങ്ങനെ ഒരു പ്രശ്നമോ കാര്യങ്ങളൊന്നും ഞാനും അറിഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ദേവയാനി നയനയും അതുപോലെ ആദർശമാണെങ്കിൽ നേരെ നമ്മൾ നവ്യയുടെ റൂമിലോട്ട് കയറി പോകുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ നവ്യയുടെ റൂമൊക്കെ തട്ടുന്നുണ്ട് കേട്ടോ. തട്ടുന്ന സമയത്താണെങ്കിൽ നവ്യ ആണെങ്കിൽ റൂം തുറക്കുന്നൊന്നുമില്ല. അങ്ങനെ കുറേ വട്ടം ഇവർ തട്ടുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ ആദർശനും നയനയ്ക്കാണെങ്കിൽ ഒരു ടെൻഷൻ ആവുന്നുണ്ട്. കാര്യം വെച്ചാൽ നവ്യ എന്തെങ്കിലും ചെയ്ത് കാണുമോ എന്നുള്ളൊരു ടെൻഷൻ അവരൊക്കെ ഇങ്ങനെ മനസ്സിലുണ്ട്. അങ്ങനെ വീണ്ടും ഇവർ തട്ടുന്ന സമയത്താണെങ്കിൽ നമ്മൾ നവ്യ വന്ന് കഥ തുറക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, എന്തിനാ മോളെ നീ കഥ അടച്ചിട്ടിട്ട് ഇരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നവ്യയാണെങ്കിൽ പൊട്ടി പൊട്ടി കരയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ ദേവയാനി പറയുന്നുണ്ട്, മോളെ നിൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് മനസ്സിലാവും, കാര്യം നീ സത്യങ്ങൾ അറിയാതെ നീ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടൊക്കെ ആ ഒരു വിഷമങ്ങളും കാര്യങ്ങളും നിൻ്റെ മനസ്സിൽ കാണുമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ നീ ഇവരുടെ അടുത്തൊക്കെയുള്ള ദേഷ്യത്തിനാണെങ്കിൽ പോലും നീ നമുക്ക് എതിരെയുള്ള നമ്മളെ ശത്രുക്കളെ കൂടെ നിന്നിട്ടാണെങ്കിൽ നമുക്കെതിരെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് നീ ഒരു സത്യങ്ങളും അറിയാഞ്ഞിട്ടല്ലേ മോളെ, അതുകൊണ്ട് നിൻ്റെ അടുത്താണെങ്കിൽ ഇവിടെ ആർക്കും ദേഷ്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, എല്ലാവർക്കും നിൻ്റെ അടുത്ത് സ്നേഹം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നിൻ്റെ അടുത്ത് ആർക്കും ദേഷ്യം കാണിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്നൊക്കെ നമ്മൾ ദേവയാനി പറഞ്ഞിട്ടാണ് നമ്മൾ നവ്യ ഒന്ന് സമാധാനപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത്. എന്തായാലും നമ്മൾ നവ്യ പറയുന്നുണ്ട്, എനിക്ക് മാപ്പ് ചോദിക്കാനുള്ളത് എനിക്ക് ആദർശേട്ടൻ്റെ അടുത്താണ്. കാര്യം വെച്ചാൽ സത്യാവസ്ഥകൾ അറിയാതെ ഞാൻ ഒരുപാട് കുറ്റപ്പെടുത്തി മോശക്കാരനാക്കിയൊക്കെ ഞാൻ ആദർശേട്ടനെ ചിത്രീകരിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ആ സമയത്തെങ്കിലും ആദർശേട്ടൻ്റെ സത്യാവസ്ഥ പറയാമായിരുന്നല്ലോ, അഭിയാണ് ചന്ദമോളുടെ അച്ഛനെന്നുള്ള കാര്യം ആദർശേട്ടന് പറയാമായിരുന്നല്ലോ. പക്ഷേ ഞാൻ ഈ ആദർശനെ ഇത്രയും കുറ്റപ്പെടുത്തിയൊക്കെ ചിത്രീകരിച്ചപ്പോഴാണെങ്കിൽ ഇവിടെ അഭിയാണെങ്കിൽ അവൻ മനസ്സുകൊണ്ട് ഉള്ളിൽ സന്തോഷിച്ചുകൊണ്ടൊക്കെ അല്ലേ ഇരുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഈ കുറ്റബോധം എവിടെ കൊണ്ട് കഴുകി കളയുമെന്നൊക്കെയുള്ള ആ ഒരു വിഷമം നമ്മൾ നവ്യയുടെ മനസ്സിൽ നല്ലതുപോലെ ഉണ്ട്. ആദർശ് പറയുന്നുണ്ട്, എനിക്ക് എന്തായാലും വിഷമങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല, അതുകൊണ്ട് നീ അതോർത്ത് സങ്കടപ്പെടേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഞങ്ങളാണെങ്കിൽ നിൻ്റെ ജീവിതം മാത്രമാണ് നോക്കിയത്, പിന്നെ നിനക്ക് നിൻ്റെ മോൻ്റെയും കാര്യം മാത്രമേ ഞങ്ങൾ ചിന്തിച്ചുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുമല്ല നിനക്കാണെങ്കിൽ അഭിയടുത്താണെങ്കിൽ ഒരുപാട്
സ്നേഹമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പം അത് അങ്ങനെ പോട്ടെ, നല്ലതുപോലെ ആ ജീവിതം മുമ്പോട്ട് പോട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ കുറ്റമൊക്കെ ഞാൻ ഏറ്റെടുത്തതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം എന്നിട്ടും അവനാണെങ്കിൽ നന്നാവാൻ ശ്രമിക്കാതെ വീണ്ടും വീണ്ടും അവൻ ഓരോ കുറ്റങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾക്ക് എതിരെ ഉള്ളവരുടെ കൂടെ തന്നെ അവൻ നിന്നിട്ട് നമുക്ക് തന്നെ ഓരോ കാര്യങ്ങളെതിരായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ അവൻ ചെയ്തുകൊണ്ടിരിക്കുക എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. ഇതൊക്കെ ചെയ്തിട്ടും നിൻ്റെ അടുത്ത് പറയണമെന്നുള്ള ഒരു തീരുമാനം ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ പിന്നാണെങ്കിൽ ഇതൊക്കെ കാര്യങ്ങൾ ഞങ്ങൾ അവരുടെ അടുത്ത് പറയുമെന്ന് പറഞ്ഞപ്പോഴാണ് നിൻ്റെ അമ്മായിയമ്മയാണെങ്കിലും അതുപോലെ അഭിയാണെങ്കിലും ഞങ്ങൾ പറഞ്ഞ ഓരോ കാര്യങ്ങളൊക്കെ അനുസരിച്ച് ഇവിടെ നിന്നൊക്കെ പറയും. നിൻ്റെ അടുത്ത് പറയുന്നുള്ള ഭീഷണിപ്പെടുത്തിയിട്ടാണ് നമ്മൾ ആ അഭിയെയും അതുപോലെ തന്നെ ജലജാനെയും കൊണ്ടിവിടെ നയനയാണെങ്കിലും എൻ്റെ അമ്മയാണെങ്കിലും ജോലിയൊക്കെ ചെയ്യിപ്പിച്ച് അവരെ ഒരു അടിമകളാക്കി ഇവിടെ നിർത്തിയിരുന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ ദേവയാനി പറയുന്നുണ്ട്, മോളെ എന്തായാലും അറിയുമെന്നുള്ളൊരു ഭയത്താലാണ് ഞങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും അവർ കേട്ടിട്ട് ഞങ്ങൾ അവരെ ഇട്ട് വട്ടം ചുറ്റിച്ചെന്നൊക്കെ പറയുന്ന സമയത്താണ് ദേവയാനി പറയുന്നുണ്ട്, മോളെ എന്തായാലും ഇപ്പോഴും നിനക്കൊരു അവസരം കിട്ടിയിട്ടുണ്ട്. നീ ഇത് സത്യങ്ങളൊക്കെ അറിഞ്ഞതെന്നുള്ള കാര്യം അവൻ്റെ അടുത്ത് പറയാതെ ഇനിയും അവനെയൊക്കെ ഇട്ട് ഇഞ്ചിഞ്ചായിട്ട് നമുക്ക് ഇവിടെ ഇട്ട് വട്ടം ചുറ്റിക്കാന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ നവ്യ പറയുന്നുണ്ട്, ഇല്ല അമ്മായി, എനിക്കിത് അവൻ്റെ അടുത്ത് ചോദ്യം ചെയ്യണം. ചെയ്തതിന് ശേഷം അവനെ അങ്ങനെ ഞാൻ വെറുതെ വിടാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അവന് നല്ല തക്കതായ ശിക്ഷ തന്നെ ഞാൻ അവനിക്ക് വാങ്ങിക്കൊടുക്കും. അതിന് ഞാൻ തന്നെ മുമ്പിൽ നിൽക്കുമെന്നൊക്കെ നമ്മൾ നവ്യ ഉറച്ച തീരുമാനത്തോടാണ് നവ്യ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, ഒന്ന് ഹൈപ്പ് ചെയ്യണേ.